ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും ഓണത്തിന് വേണ്ടി എല്ലാ സന്നാഹങ്ങളും ഒരുക്കിയിരിക്കുവാന്ന് എനിക്കറിയാം. നിങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളുടെ വീട്ടിലുണ്ടാക്കിയത്? അച്ചപ്പം, കൊല്ലപ്പം, മുറുക്ക് ഇതൊക്കെ ഉണ്ടാക്കിയോ? അപ്പം നിങ്ങൾ ചോദിക്കും, എന്തിനാ ടീച്ചറെ ഇതൊക്കെ ഉണ്ടാക്കി മെനക്കെടുന്നത്? കടയിൽ പോയി കാശ് കൊടുത്താൽ ഇതെല്ലാം കിട്ടത്തില്ലേ? ശരിയാ, കടയിൽ പോയി കാശ് കൊടുത്താൽ എല്ലാം കിട്ടും. പക്ഷെ നമ്മൾ ഇച്ചിരി മെനക്കെട്ടുണ്ടാക്കി തിന്നുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വ്യത്യാസമാണ്. ഇപ്രാവശ്യത്തെ ഓണത്തിന് ഒന്നും ഉണ്ടാക്കുന്നില്ലെന്ന് വിചാരിച്ചിരുന്നെങ്കിലും മനസ്സനുവദിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് കുറച്ച് അച്ചപ്പം ഉണ്ടാക്കാൻ പോവുക. എന്തിനാ ടീച്ചറെ അച്ചപ്പം ഉണ്ടാക്കാൻ ഇത്രയും ആഡംബരമൊന്നും നിങ്ങൾ ചോദിച്ചേക്കല്ലേ. കഴിഞ്ഞ ഓണത്തിന് കൊടുത്തിട്ട് റെസ്റ്റ് ഇൻ പീസ് പറഞ്ഞിരുന്നതാണ്. ഈ ഇപ്പം കേരള തനിമയിൽ നിന്നുകൊണ്ട് തന്നെ ഒരു അച്ചപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം നിങ്ങളും കൂടിക്കോളൂ എന്നോടൊപ്പം. അച്ചപ്പത്തിന് എള്ള് വാങ്ങാൻ പറഞ്ഞ് വാങ്ങിച്ചുകൊണ്ട് വന്ന എള്ളാണ് വെളുത്ത. ഈ അച്ചപ്പം തിന്നുമ്പോൾ എള്ള് കറുത്തതാണോ വെളുത്തതാണോ എന്നൊന്നും ആരും നോക്കത്തില്ലല്ലോ. 4 മുട്ടയും അരക്കപ്പ് പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കുക. ഇതിലേക്ക് 1/4 കപ്പ് മൈദ കുറേശ്ശെ ചേർത്ത് തേങ്ങാപ്പാലും ചേർത്ത് മിക്സ് ചെയ്യുക. 2.5 കപ്പ് അരി കുതിർത്ത് പൊടിച്ചതാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിന് വേണ്ടി 2 തേങ്ങയുടെ തനിപ്പാലും. ഇതിലേക്ക് ജീരകം, ഏലക്ക പൊടിച്ചതും എല്ലാം ചേർത്ത് മിക്സ് ചെയ്യുക. കറുത്തെള്ളാണ് അച്ചപ്പത്തിന് ചേർക്കുന്നത്. കറുത്തെള്ളില്ലാത്തത് കൊണ്ട് വെളുത്തെള്ളാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അച്ചപ്പങ്ങളെല്ലാം എണ്ണയിൽ കുളിച്ച് കരകയറിക്കൊണ്ടേയിരിക്കുകയാണ്. എന്ത് മനോഹരമായ കാഴ്ച! കടയിൽ പോയി വാങ്ങിച്ചാൽ ഇതൊക്കെ കാണാൻ പറ്റുമോ? ഇപ്രാവശ്യത്തെ എൻ്റെ അച്ചപ്പം എല്ലാം ബ്യൂട്ടി പാർലറിൽ പോയ അച്ചപ്പം, കരിമങ്ങല്ലി ഒന്നുമില്ല. ചൂടോട് തന്നെ അച്ചപ്പം വീടുകൾ വിസിറ്റ് ചെയ്യാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം.